നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സുനാപ്പി വായിച്ചോ. ഓക്കെ, ഇതിൻ്റെ റിസ്ക് വാണിങ് റിസ്ക് ഒക്കെയാണ്. ഇത് നമുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ഇതേപോലുള്ള സംഗതികളിലേക്ക് ചാടി ഇറങ്ങുക. അല്ലാത്തവർ ഇരുന്ന് പഠിച്ചോളുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. ഒരിക്കലും റിയൽ മണിയിലോ അതിൽ പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ് 2. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ കോട്ടക്സിൻ്റെ കുറച്ചൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ചെയ്യുന്നത് ബൈനറി ട്രേഡിംഗ് ആണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഉണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അതുപോലെ തന്നെ ഫോറക്സ് XNSൻ്റെ അതും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതും കൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലൈവ് ക്ലാസ് ഒന്നും എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഒരു തപ്പിപ്പിടുത്തമൊക്കെ, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ബൈനറി ട്രേഡിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്സിലാണ്. കോട്ടക്സിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റും വിഡ്രോയും നമ്മൾ എന്താ പറയുക ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത്, ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വാർണിങ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിംഗ് എന്ന കൺസെപ്റ്റിലേക്ക് മാത്രം നിങ്ങൾ വയ്ക്കുക. ഡിഫറെൻറ്റ് ചാർട്ട്സ്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ചാർട്ട്സ്, നമുക്ക് ഏതൊക്കെ ചാർട്ട്സുകൾ നമുക്ക് ഇത് നിങ്ങൾ ബേസ്ഡ് ഓൺ കോട്ടക്സിൻ്റെ പ്ലാറ്റ്ഫോം മൈൻഡിൽ വെച്ചിട്ട് മതി. പക്ഷേ ഇതിലെ പറയുന്നത് മുഴുവൻ ട്രേഡിങ്ങിൻ്റെ ഇതാണ്, ഓവറോൾ ട്രേഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഫോറക്സിൽ അപ്ലൈ ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയിൽ അപ്ലൈ ചെയ്യാം, സ്റ്റോക്കിൽ അപ്ലൈ ചെയ്യാം, ബൈനറിയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കൂടി ആൾക്കാർ വരുമ്പോഴാണ് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പ്രശ്നമാകും, ക്ലാസ് ഇതാവും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ചാർട്ട്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ചാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാറ്റേൺ ഇത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാളെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ റിപ്ലൈ പറഞ്ഞാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഐ ക്യാൻ ഈസി ടു എക്സ്പ്ലെയിൻ യു. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇതാണ് കാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ കാൻഡിൽ സ്റ്റിക്കിനെ കണ്ടില്ലേ? ഇതേപോലെയാണ് കാൻഡിൽ സ്റ്റിക്ക്. ഇവിടെ ഏരിയ എന്ന് പറയും. ഏരിയ സ്റ്റിക്ക് എന്ന് പറയില്ല, ഏരിയ ലൈൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ഏരിയ എന്ന് പറയും ഇവിടെ. ഓക്കെ, ഈ ഒരു കാര്യത്തിന് ഏരിയ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ട്? ഇത് ഏരിയ, ഇത് ലൈൻ പോകുന്നില്ലേ, അത് ഇങ്ങനെ. ഇത് ബാർ സ്റ്റിക്ക് എന്ന് പറയും. കണ്ടോ, ഇതിൻ്റെ ബാറുകൾ കണ്ടോ, ഇങ്ങനെയുള്ള ഒരു ഡിസൈനാണ്. ഇത് ഹൈക്കനാഷി എന്ന് പറയും. ഇത് ചൈനീസ് അല്ല ജപ്പാൻ ഇതാണ്. ഓക്കെ, ഇത് ഹൈക്കനാഷി എന്ന് പറയും. അപ്പോൾ ഇത്രയും 4 ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ചാർട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പാറ്റേണിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എവിടെ? കോട്ടക്സിൽ. ഞാൻ കോട്ടക്സിൻ്റെയാണ് പറയുന്നതെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ 3 എണ്ണത്തിലല്ല, നമ്മൾ ചെയ്യുന്നത് കാൻഡിൽ സ്റ്റിക്കിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? കാൻഡിൽ സ്റ്റിക്കിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഇതറിയാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക വേഗം പറഞ്ഞങ്ങോട്ട് ഓടിക്കുകയല്ല. ഓരോ സംഗതി, ഇപ്പോൾ കാൻഡിൽ സ്റ്റിക്കിനാണെങ്കിൽ ഒരു ക്ലാസ്, മൂവിങ് ആവറേജിനാണെങ്കിൽ ഒരു ക്ലാസ്, അങ്ങനെ ഓരോരോ ക്ലാസ് ഞാൻ തന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യും. അങ്ങനെയല്ലേ താല്പര്യം? ആണോ? ഓക്കെ വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ടൈപ്പ് ഓഫ് 4 ടൈപ്പ് ഓഫ് എന്താ പറയുക ഗ്രാഫ് ഉണ്ട്. അതിൽ നമ്മൾ കാൻഡിൽ സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് കാൻഡിൽ സ്റ്റിക്ക്, അല്ലെങ്കിൽ എന്താണ് കാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഴുകുതിരി അല്ലേ? കാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? മെഴുകുതിരി സ്റ്റിക്ക്, മെഴുകുതിരിൻ്റെ കാല് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിന്, ഇതാണ് ഒരു ക്യാൻഡിൽ. ഇവിടെ ഒരു കളറും ഇല്ല. നിങ്ങൾ കളറൊന്നോ റെഡ് ആണെന്നോ ഗ്രീൻ ആണെന്നോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഒരു ക്യാൻഡിലാണിത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന്
ഈ ഒരു ഭാഗത്തിന് കണ്ടോ, ഈ ഒരു റെഡ് മറ്റേ ബ്ലാക്ക് കളന്നിട്ടൊരു ഇത്രയും വീതിയുള്ളൊരു ഭാഗം കണ്ടോ, ഇതിനെ നമ്മൾ ബോഡി എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ബോഡി എന്ന് പറയും. ഇതിൻ്റെ മേലോട്ടുള്ളതിന് നമ്മൾ ഷാഡോ എന്നോ വിക്ക് എന്നോ പറയും. ഈ മേലോട്ടുള്ള ഈ ലൈൻ കണ്ടോ, ഈ 2 ലൈൻ കണ്ടോ, ഇതിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ വിക്ക് എന്നോ ഷാഡോ എന്നോ നമ്മൾ പറയും. ഓക്കെ, ഈ ഇത്രയും അടങ്ങുന്ന വിക്കും അതുപോലെ തന്നെ ബോഡിയും അടങ്ങുന്ന, അല്ലെങ്കിൽ ഷാഡോയും ബോഡിയും അടങ്ങുന്ന ഈ ഒരു മൊത്തം സംഗതിയാണ് എന്ത്? ഒരു ക്യാൻഡിൽ. ഇത് 1 മിനിറ്റ് ആവാം, 5 മിനിറ്റ് ആവാം, 1 അവർ ആവാം, എന്തോ ആവാം. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ വെക്കുന്നത് ആ ഒരു ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ആണ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് ചിലപ്പോൾ വിക്ക് ഇവിടെ ഉണ്ടാവില്ല, അവിടെ അതൊക്കെ വേറെ. പക്ഷെ നോർമലി ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഓപ്പൺ ഇവിടെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഓപ്പണും ഇത് ഹൈയും ഇതൊക്കെ ഞാൻ വേറെ സ്ലൈഡിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ബോഡിയും ഈ 2 സ്ഥലത്തുള്ളത് വിക്ക് അല്ലെങ്കിൽ ഷാഡോ. ഓക്കെ, ഇതാണ് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ കളറ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 ടൈപ്പ് ഓഫ് ക്യാൻഡിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ക്യാൻഡിലിനെ കുറിച്ചാണ്. ഇപ്പം പറയാൻ പോകുന്നത് 2 ഡിഫറെൻ്റ് ഓഫ് ക്യാൻഡിൽ, 2 ടൈപ്പ് ക്യാൻഡിൽ. ഒന്ന് നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയാം, ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയാം. രണ്ടാമത്തത് ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് അപ്പിലേക്ക് പോകുന്നത്, ഹൈക്ക് അല്ലേ, ഒരു ഉയർന്നു പോകുന്നത്, അതിനെയാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്, അപ്പിലേക്ക് പോകുന്നത്. ബെയറിഷ് എന്ന് പറയുന്നത് താഴോട്ട് പോകുന്നത്, ഡ്രോപ്പിംഗ്, അതിനെയാണ് ബെയറിഷ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബുള്ളിഷ് എന്ന് പറയുമ്പോൾ, ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബുള്ള് എന്ന് പറയുമ്പോൾ അപ്പിലേക്കും, ബെയറിഷ് എന്ന് പറയുമ്പോൾ താഴോട്ടുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അപ്പിലേക്ക് പോവുകയും, ബെയറിഷ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കറൻസീൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നതിനാണ്. ഇപ്പോൾ മനസ്സിലായോ? ബുള്ളിഷും ബെയറിഷും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ അല്ല, നമുക്ക് ഫസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബോഡി ഉണ്ട്. ഓക്കെ, ഇതിന് ബോഡി എന്ന് പറയും. ഇവിടെ ഒരു വിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയാം. ഇവിടെ ഒരു വിക്ക് ഉണ്ട്. ഇതെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ്. ഈ ഒരു ബേസിക് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് ബൈനറി മാത്രമല്ല, വേൾഡിലെ എന്ത് ടൈപ്പ് ഓഫ് ട്രേഡിങ്ങും ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷിൻ്റെ അല്ലെങ്കിൽ ഒരു ബുള്ളിഷിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ കോൾ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയും, എന്തും ആയിക്കോട്ടെ, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ, ഞാൻ ബുള്ളിഷ് എന്ന് പറയാം, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ പ്രൈസ് സ്റ്റാർട്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ടാകുന്നത് താഴെയായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അതിൻ്റെ ബോഡി എവിടെയാണോ ബോഡി എവിടെ നിന്നാണോ സ്റ്റാർട്ടാവുന്നത് അവിടെയായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഞാൻ വരച്ചു തരാം. ഈ ഭാഗം കണ്ടോ, ഈ ഭാഗമാണ് ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുക. ഓക്കെ, ഒരു ക്യാൻഡിൽ സ്റ്റാർട്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ 10 രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റ് 10 മുതൽ 15 രൂപ വരെ പോയെങ്കിൽ ആ 10 രൂപയില്ലേ, ആ 10 രൂപ അതാണ് അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. മനസ്സിലാവുന്നുണ്ടോ? 15 രൂപ വരെ പോയി 15 രൂപയിലാണ് ആ പ്രൈസ് ഇപ്പോൾ കിടക്കുന്നതെങ്കിൽ ആ 10 രൂപയാണ് അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ, എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇപ്പം നമ്മളൊരു പറയില്ലേ, ക്യാൻഡിൽ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കണം എന്ന് പറയുന്നില്ലേ, ആ സ്റ്റാർട്ടാകുന്ന ഏരിയയാണ് ഇവിടെ, ഈ ഒരു ഭാഗം. അതിനുശേഷം ക്യാൻഡിൽ അപ്പിലേക്ക് പോകുന്നു. കാരണം എന്തുകൊണ്ടാണ്? ബുള്ളിഷ് ക്യാൻഡിൽ ആയതുകൊണ്ട് ഇത് അപ്പിലേക്ക് പോകും. അപ്പിലേക്ക് പോയിട്ട് ഇവിടെ ഇതാണ് ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ക്ലോസ് പ്രൈസ് അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ്.
ഒരു മിനിറ്റ്, ഇതൊന്ന് ബാക്കോട്ട് എടുത്തത്. ഓക്കെ, ഇവിടെയാണ് ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് പ്രൈസും ഇവിടെ ക്ലോസ് പ്രൈസും. ഈ ഓപ്പണിംഗ് പ്രൈസും ക്ലോസ് പ്രൈസ് നമുക്കല്ല, ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് ഓൾറെഡി ഫിക്സഡ് ആണ്. കാരണം വെച്ചാൽ ക്യാൻഡിൽ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഓപ്പണിംഗ് പ്രൈസ് വരും. പക്ഷെ ക്ലോസ് പ്രൈസ് വരുന്നത് എവിടെയാവും? നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശ്രദ്ധിക്കുക, ഒരു ക്യാൻഡിൽ, ഈ ഒരു നമുക്ക് ഒന്ന് ബാക്കോട്ട് എടുക്കണേ. ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് സ്റ്റാർട്ടായി 10 രൂപയ്ക്ക്, 10 രൂപയെന്ന് വെച്ചാൽ ഇവിടെ 10 രൂപേൻ്റെ സാധനം ഈ ഒരു പ്രൈസ് അപ്പായി ഇത് 20 രൂപ വരെ പോയി. ഓക്കെ, ഇവിടെയാണ് ഈ ഹൈയിലാണ് 20 രൂപ പോയി. അത് താഴോട്ട് വന്ന് ഈ ഒരു ഭാഗത്ത് എവിടെയാണ് ഇത് ഈ എഴുതുന്ന ബ്ലാക്ക് ആയതുകൊണ്ടാ? ആണോ? അയ്യോ, അതെങ്ങനെ ഇപ്പം മാറ്റണമെന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ആ, എനിക്ക് ഈ സുനാപ്പി പഠിച്ചു വരുന്നില്ലല്ലോ. ഇപ്പോഴോ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം എങ്ങനെയാണ് അതിൻ്റെ കളർ മാറ്റുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസ് പ്രൈസും നമുക്കിവിടെ ക്ലോസ് പ്രൈസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10 രൂപേൻ്റെ, ഞാൻ ഇവിടെ എഴുതാം, ഒരു 10 രൂപേൻ്റെ സാധനം ഓക്കെ മുകളിലേക്ക് പോയി 20 രൂപ വരെ വന്നു. അതിനുശേഷം അത് ഡ്രോപ്പായി 15 രൂപയിൽ സ്റ്റോപ്പായി നിൽക്കുക. 15 രൂപയിൽ സ്റ്റോപ്പായിട്ട് നിൽക്കുക. അപ്പോൾ ഈ സ്റ്റോപ്പായിട്ട് നിന്നിട്ട് ആ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ആ ഏരിയ 15 രൂപയാണെങ്കിൽ ആ ഏരിയ ആയിരിക്കും എന്താണത്? ക്ലോസ് പ്രൈസ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് പ്രൈസ് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെയാണ്, ക്ലോസ് പ്രൈസ് ഇവിടെയാണ്. പിന്നെ ഈ വിക്ക് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരുന്നതാണ്, ഈ വിക്ക് എന്ന് പറയുന്ന സംഗതി എന്താണ്? ഈ വിക്ക് എന്ന് പറയുന്ന ഈ വിക്ക് അല്ലെങ്കിൽ ഷാഡോ എങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സംഗതിയുടെ പ്രൈസ് മുകളിലേക്ക് പോയി, മാക്സിമം മുകളിൽ പോയി, എവിടെ നിന്ന് പിന്നെ എവിടം വരെ പോയി അവിടുന്ന് ഡ്രോപ്പ് വരില്ലേ? ആ ഡ്രോപ്പ് വരുമ്പോൾ ആ ഡ്രോപ്പ് ഏരിയ ആയിരിക്കും വിക്കായിട്ട് രൂപാന്തരപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു സംഗതി ഇവിടെ 10 രൂപയാണ്, ഇതിൻ്റെ ഇവിടെ ക്ലോസിംഗ് പ്രൈസ് 10 രൂപയാണ്. ഇത് 20 രൂപ വരെ പോയി, പിന്നെ അത് 10 രൂപയിലേക്ക് താഴോട്ട് ഡ്രോപ്പായി. അപ്പോൾ ആ വരുന്ന 20 രൂപ മുതൽ 15 രൂപയിലേക്ക് ഡ്രോപ്പായി. അപ്പോൾ ആ 20 രൂപ മുതൽ 15 രൂപ വരെ വരുന്ന സ്ഥലത്ത് എന്താണ്? ആ ഏരിയയാണ് എന്താണ്? വിക്ക് എന്ന് പറയണത്. മനസ്സിലായോ? അപ്പോൾ ഈ വിക്ക് എങ്ങനെ ഉണ്ടാവുന്നത്? അവിടെ സെല്ലേഴ്സ് ഉണ്ടാവാം, റിജക്ഷൻ ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വിക്ക് എന്ന്. അപ്പോൾ ഇതാണ്, അപ്പോൾ ഒരു പ്രൈസിൻ്റെ ഹൈ എന്ന് പറയുന്നത് മാക്സിമം ആ ക്യാൻഡിൽ പോയി അല്ലെങ്കിൽ ആ എമൗണ്ട് പോയെടുത്ത്, അതുപോലെ തന്നെയാണ് ലോയും. മാക്സിമം എത്ര ഡ്രോപ്പ് വന്നു, അതിനുശേഷം പിന്നെ അത് ഉയർന്ന് മേലോട്ട് പോയി എവിടെ നിന്ന് സ്റ്റോപ്പ് ആവുന്നു അവിടെ വരെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എന്ത്? ബെയറിഷ് ക്യാൻഡിലിൻ്റെ. മനസ്സിലാവുന്നുണ്ടോ? ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എവിടെയായിരിക്കും? ഇവിടെ നമ്മൾ ഇത് അപ്പിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വെയിറ്റ്, ടോം തങ്കച്ചൻ ചേഞ്ച് പോയിന്റ്. ഓക്കെ, എവിടെയാണ്?
ഇവിടെയാ? നോ നോ നോ, അത് ബ്ലർ ആവുന്നു. ഓക്കെ, എനിക്ക് പിന്നെ പറഞ്ഞു തന്നാൽ മതിയേ. സോ ഓക്കെ, ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് ഇവിടെയും അതുപോലെ തന്നെ ക്ലോസിങ് ഇവിടെയാണെന്ന് വെക്കുക, ഇവിടെയാണ്. അപ്പോൾ ഓപ്പണിങ് ഇവിടെയായിരിക്കും, ഓക്കെ. ഇനി താഴോട്ട് വരുന്ന ഒരു ക്യാൻഡിലിൻ്റെ, താഴോട്ട് പോകുന്ന ക്യാൻഡിലിൻ്റെ എന്നാൽ ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് എവിടെയായിരിക്കും? താഴെ ആയിരിക്കുമോ? അല്ല, ഇവിടെയായിരിക്കും ഓപ്പണിങ്. കാരണം അല്ലേ, ഇവിടെയാണ് ഓപ്പണിങ്, എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ താഴോട്ട് പോയി അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ അപ്പിലേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് പ്രൈസ് താഴെയായിരിക്കും, ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് മേലെയായിരിക്കും, ക്ലോസ് പ്രൈസ് താഴെ. ഇതിൻ്റെ ക്ലോസ് പ്രൈസ്, ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് അല്ല, ക്ലോസ് പ്രൈസ് മേലെ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തൊരു ഇത്. ഇപ്പം നമ്മൾ ക്യാൻഡിലൊക്കെ പഠിച്ചു, ഇത് ക്യാൻഡിലാണ്, നമ്മൾ ക്യാൻഡിലൊക്കെ മനസ്സിലാക്കി, നമുക്ക് ക്യാൻഡിലിനെ മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലായി. ക്ലോസിംഗ് പ്രൈസ്, ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോ, ഞാൻ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഞാൻ ലാസ്റ്റ് തന്നാൽ മതിയോ? ഞാൻ ഈ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ. സോ അപ്പോൾ ഇത് ക്ലോസ് പ്രൈസും ഓപ്പണിംഗ് പ്രൈസും ക്ലോസ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു, എല്ലാം നമ്മൾ പഠിച്ചു. പക്ഷേ ഇത് എവിടെ അപ്ലൈ ചെയ്യും? ഇങ്ങനെ ഒരു ക്യാൻഡിൽ എപ്പോഴും മാർക്കറ്റിൽ വരുമോ? ഇങ്ങനെ മാർക്കറ്റിൽ വരുമോ? ഇതെന്താ, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഏതൊക്കെ ക്യാൻഡിലാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്യാൻഡിൽ ഫോം ആകണേ എന്നുള്ളത് നമ്മൾ മാർക്കറ്റിൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ വരുന്നത് നോക്കിയോ, ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്യാൻഡിൽ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു, ഒന്ന് ഇങ്ങനെ വരുന്നു, ഒന്ന് ഇങ്ങനെ വരുന്നു, ഒന്ന് ഇതാ ഇവിടെ ചുറ്റിക തല തിരിച്ചിരിക്കുന്നു, ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ഓരോ ക്യാൻഡിലിനും ഓരോ സ്വഭാവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ക്യാൻഡിലിനും ഓരോ സ്വഭാവമാണ്. ഇങ്ങനെ വന്നൊരു ക്യാൻഡിൽ അതിൻ്റെ സ്വഭാവം വേറെയാണ്. ഇങ്ങനെ വലിയൊരു ബോഡി വന്നൊരു ക്യാൻഡിൽ അതിൻ്റെ സ്വഭാവം വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഇങ്ങനെ റെഡ് ക്യാൻഡിൽ വന്നു, ഇതിൻ്റെ സ്വഭാവം വേറെയാണ്. അങ്ങനെ ഓരോ ക്യാൻഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഓരോരോ കഥകൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഓരോരോ സ്വഭാവങ്ങളാണ് അതിനുള്ളത്. ഓക്കെ, നമ്മളെപ്പോലെ തന്നെയാണ്, നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്വഭാവമാണ് അല്ലേ? അതേപോലെ തന്നെയാണ് ക്യാൻഡിൽ സ്റ്റിക്കും ഓരോരോ ആൾക്കാരാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ അവർക്കൊക്കെ ഓരോ സ്വഭാവങ്ങളാണ്. അപ്പോൾ അത് നമുക്കൊരു കോമൺ ആയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കോമൺ ആയിട്ട് നമ്മൾ ഇന്ന ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ, ഇപ്പോൾ 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഒരു കാറ്റഗറി, അങ്ങനെ നമ്മൾ തരംതിരിക്കുന്നത് പോലെ നമുക്ക് ഈ ക്യാൻഡിൽസിനെയും, ഈ കാണുന്ന ക്യാൻഡിൽസിനെ മുഴുവനും നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്യാൻഡിലിൻ്റെ ക്യാരക്ടേഴ്സിനെ തരംതിരിച്ചതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ സാധനം. ഇവിടെ കളറില്ല, ഞാൻ കളറിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് പിന്നെയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ മാർബോസു എന്ന് പറഞ്ഞൊരു ക്യാൻഡിൽ, ഇങ്ങനെ ഉണ്ടോ, വിക്കും ഒന്നുമില്ല, ഒരു സംഗതി ഇല്ലാതെ ഇതിനെ മാർബോസു എന്ന് വിളിക്കുന്നു. ഇവിടെ ഇതുണ്ടോ, ഈ 2 വിക്ക് ഉണ്ട്. വിക്ക് എന്ന് പറഞ്ഞാൽ ഷാഡോ. ഓക്കെ, ഞാൻ വിക്ക് എന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ 2 സ്ഥലത്തും വിക്ക്, നടുവിൽ ഒരു ഇച്ചിരി ബോഡി ഉള്ളതിന് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയും. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വേറെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും, അതിൽ പറയുന്ന വേർഡുകൾ ചിലപ്പോൾ വേറെ ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന പേരുകൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഡോജിക്ക് ഞാനിപ്പോൾ പറയാണ്, എന്താ പറയുക, പുലിമുരുകൻ എന്ന് പറഞ്ഞാലും അത് എൻ്റെ ഒരു പേരാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ നിങ്ങൾ വേറൊരു വീഡിയോ ആയിട്ടോ വേറൊരു സ്ട്രാറ്റജി ആയിട്ടോ വേറൊരു ഇതായിട്ടോ ഈ നമ്മുടെ വീഡിയോനെ കമ്പയർ ചെയ്യണ്ട. കാരണം ഞാൻ മറ്റുള്ള വ്യക്തികളുടെ ഒരു ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങളോട് പറയുന്നതല്ല. ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ പ്രാക്ടീസും എൻ്റെ എക്സ്പീരിയൻസും മാത്രമേ ഞാൻ നിങ്ങൾക്ക്
എന്ത് പറയുന്നുള്ളൂ, ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സ്പിന്നിങ് എന്താ പറയുക, സ്പിന്നിങ് ടോപ്പ് എന്ന് പറയും, ഇതിന് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയും. ഇവിടെ ഇത് വന്നിട്ട് ഡോജി. ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ക്യാൻഡിൽസുകളാണ്. മനസ്സിലായോ? ഞാൻ എപ്പോഴും പറയുന്നു, ഇത് ബൈനറി ട്രേഡിങ്ങിൻ്റെ മാത്രമല്ല എല്ലാ ട്രേഡിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ഫോറക്സും അതേപോലെ തന്നെ എന്താ പറയുക ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ എന്താ പറയുക സ്റ്റോക്ക് ഓക്കെ ഞാൻ പറയാം, അത് പറയാം. ഓക്കെ, ക്രിപ്റ്റോയും ഇതൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ, പക്ഷേ പബ്ലിക് ആക്കിയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതിപ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉപയോഗിക്കും വരും. ഓക്കെ, അപ്പോൾ ഡോജി ഇങ്ങനെയാണ്, ഹാമർ ഇങ്ങനെയാണ്, ഷൂട്ടിംഗ് സ്റ്റാർ ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഹാമർ ഇങ്ങനെയാണ്, ഷൂട്ടിംഗ് സ്റ്റാർ ഇങ്ങനെയാണ്. രണ്ടും ഒരേപോലെ ഇല്ലേ, ഒന്ന് തല തിരിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവണോ? ഇവിടെ ഇൻവെർട്ടർ ഹാമർ എന്ന് പറയുന്ന ഈ ഒരു സംഗതിനെ നോക്കിക്കോ. ഇവിടെ ഹാങ്ങിങ് മാൻ കണ്ടോ, ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞു, ഇത് തലയാണ്, ഇത് ശരീരമാണ്, തൂങ്ങിക്കിടക്കാന്ന് വിചാരിച്ചോ. ഓക്കെ, ഹാങ്ങിങ് മാൻ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഹാങ്ങിങ് മാനും ഡ്രാഗൺ ഫ്ലൈ ഡോജിയും നോക്കിക്കേ, കണ്ടോ, രണ്ടും ചുറ്റിക പോലെയുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം? ഈ ഒരു ബോഡി ഇവിടെ കുറവാണ്. കണ്ടോ? അപ്പോൾ ഈ ബോഡി കുറവാകുമ്പോൾ എന്ത് പറയും? ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇവിടെ എന്താ പറയുക, ഗ്രാഫ് ഡോൺ ഡോജി. ഓക്കെ, ഇത്രയും സംഗതികളാണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഞാൻ ഇതുവരെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒന്നും നിങ്ങൾക്കൊരു ബൈ ഹാർട്ടോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു പാറ്റേൺ, ഈ ഒരു സംഗതി മാത്രം, ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചാൽ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഇതെങ്ങോട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയോ? മാർബോസ് എന്ന് പറയുന്നൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വന്നിട്ട് എന്താ ചെയ്യണ്ടേ അല്ലേ? നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഡൗട്ടുകൾ അല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ റൂട്ടിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുകയാണ്. റൂട്ടിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത് വിട്, റൂട്ടിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്കൊരു ഡിസ്കഷൻ പോലെ പോയാൽ മതി അത്. ഓക്കെ, അപ്പോൾ മാർബോസു, സ്പിന്നിങ്, ഡോജി, ഹാമർ, ഇതുപോലുള്ള ഈ ക്യാൻഡിലുകളൊക്കെ വന്നിട്ട് ഇത് എവിടെയാണ് യൂസ് ചെയ്യണതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു ചൊല്ലുണ്ട്, എന്താ പറയുക, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്നുള്ള അവസ്ഥയിലാവും അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എവിടെ, ഇത് എവിടെ വന്നാലാണ് ഉപയോഗിക്കേണ്ടത്, അത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, മർബോസു ക്യാൻഡിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രീൻ വന്നാലും, ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനൊരു കളറിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ കളർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വരില്ലേ? കളറിനെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുള്ളിഷ് ക്യാൻഡിൽ, എന്താ പറയുക, ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിഷ് ക്യാൻഡിൽ. ഓക്കെ, അങ്ങനെയാണ്. അല്ലെങ്കിൽ താഴോട്ട് പോകുന്നു, മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താലും, മാർബോസു ക്യാൻഡിലായിട്ട് ഫോം ചെയ്താലും, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്താലും എന്താണ്, ആ ഗ്രീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ബുള്ളിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും. മാർക്കറ്റ് മുകളിലേക്ക് പോകുവാൻ 99% ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നാൽ. അതേപോലത്തെയാണ് എന്താണ്, മാർബോസു ക്യാൻഡിൽ റെഡ് കളർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മോർ ബെയറിഷ്, കണ്ടോ, ഇവിടെ ലെസ് ബെയറിഷ് കാണാൻ കിട്ടും. ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മാർബോസു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാണ്. അത് എങ്ങോട്ട് പോകും? ഗ്രീൻ ആണെങ്കിൽ മുകളിലേക്കും, റെഡ് ആണെങ്കിൽ താഴോട്ടും പോകും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഡൗണിലേക്കും, ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ അപ്പിലേക്കും പോകും. ഇനി നെക്സ്റ്റ് ഹാമർ. മനസ്സിലാവുന്നുണ്ടോ? ഹാമർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഹാമർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? അപ്പിലേക്ക് പോകും. ഓക്കെ,
ഇതുണ്ടോ മോർ ബുള്ളിഷ്, ഇത് മോർ ബുള്ളിഷ് സെക്ഷനാണ് ഉണ്ടോ ഈ ഒരു ഏരിയ. ഞാൻ ഒരു ഏരിയ വരച്ച് തരാം. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബുള്ളിഷിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന കംപ്ലീറ്റ് പാറ്റേൺസ് എന്താ പറയുക ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്യാരക്ടേഴ്സും അപ്പിലേക്ക് പോകുവാൻ റെഡി ഉള്ളതാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഹാമർ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? അപ്പിലേക്ക് പോകും. എന്ന് വെച്ചാൽ മാർക്കറ്റ് അപ്പിലേക്ക് പോകും. ഇൻവെർട്ടഡ് ഹാമർ, ഓക്കെ, ഹാമറിനെ തല തിരിച്ച് പിടിച്ചത് അവിടെ അതെങ്ങനെയാണ്? ഈ ഹാമറിനെ തല പിടിച്ചല്ല, ഈ ഹാമറിനെ തല പിടിച്ചതല്ല. ഏത് ഹാമറിനെയാണ്? ഈ ഹാങ്ങിങ് മാൻ്റെ ഹാമറിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ടുള്ള പിന്നെ പറയാം. ഓക്കെ, ഇൻവെർട്ടഡ് അല്ല ഇങ്ങനെ പറഞ്ഞു പോവാം, സോറി. ഹാമർ ബുള്ളിഷിലേക്ക് പോകുന്നു. അതേപോലെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഹാമർ എന്ന് പേര് വന്നു. ഇതിനെ തലതിരിച്ച് പിടിച്ചപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ്? ബേറിഷിലേക്ക് പോകുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വളരെ ബൈഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇൻവെർട്ടഡ് ഹാമർ, ഇതിൻ്റെ കോലം കണ്ടോ, ഇത് ബുള്ളിഷ്. ഹാങ്ങിങ് മാൻ താഴോട്ട്. സ്പിൻ ടോപ്പ് എങ്ങനെ വന്നാലും ഓക്കെ, ഗ്രീൻ കളർ ഇവിടെ കളറാണ്, അല്ലെങ്കിൽ സോറി ഇവിടെ ബുള്ളിഷ് ആണ് വരുന്നത്. ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ബുള്ളിഷിന്റെ കളർ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ അത് അപ്പിലേക്ക്. അതേപോലെ തന്നെ സ്പിന്നിങ് ടോപ്പ് കണ്ടോ, അത് റെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ബെറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ അത് താഴോട്ട്, മാർക്കറ്റ് താഴോട്ട്. പിന്നെ ഡോജി കണ്ടോ, രണ്ടും അതേ ഇതിന്. ബുള്ളിഷ് ഡോജി ആണെങ്കിൽ ഡോജിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഡോജിയിൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഡോജിയും സ്പിൻ ടോപ്പും. ഓക്കെ, ഇതിവിടെ നിങ്ങൾ എന്താ പറയുക ബുള്ളിഷ് ക്യാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ നിന്നൊക്കെ പറയുകയാണെങ്കിലും ആസ് പെർ മൈ നോളജ് സ്പിൻ ടോപ്പും ഡോജിയും വന്നു കഴിഞ്ഞാൽ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ട്? ബയേഴ്സും ഉണ്ട്, സെല്ലേഴ്സും ഉണ്ട്, അല്ലേ? വാങ്ങുന്നവരുമുണ്ട്, വിൽക്കുന്നവരുമുണ്ട്. ഈ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും പ്രസൻസ് ഒരുപോലെയാകുന്ന സമയത്ത്, എന്ന് വെച്ചാൽ പ്രസൻസ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രസൻസ് അല്ല, അവരുടെ വോളിയമാണ്, അവരിട്ടേക്കണ ഓർഡറിൻ്റെ വോളിയം ഒരുപോലെ ഏകദേശം ഒരുപോലെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 10 പേരിൽ 5 പേര് പറയുന്നു റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാലിക്കറ്റാണ്, 5 പേര് പറയുന്നു ലെഫ്റ്റിലേക്ക് പോയാൽ കാലിക്കറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതിൽ ഏതെങ്കിലും ഒരാളും കൂടെ അപ്പുറത്തേക്ക് പോയിട്ട് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിട്ട് പറയുകയാണെങ്കിൽ മാത്രം ഓക്കെ, മെജോറിറ്റി അവർക്ക് അങ്ങോട്ട് പോവാം, അല്ലേ? അപ്പോൾ ഒരു മെജോറിറ്റി ഇല്ലാതെ ഒരു ഡിസിഷൻ എടുക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഏത്? ഈ സ്പിന്നിങ് ടോപ്പും അല്ലെങ്കിൽ ഡോജി എന്ന് പറയുന്നത്. സ്പിന്നിങ് ടോപ്പ് അത്രയ്ക്ക് വരില്ലെങ്കിലും ഡോജി 99% ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിന്നിങ് ടോപ്പും ഡോജിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും വേറൊരു ക്യാൻഡിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറൊരു ക്യാൻഡിലും കൂടെ ഫോം ആയതിനു ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഈ ലെസ് ബുള്ളിഷ് എന്ന് പറഞ്ഞ് കണ്ടോ, ഇവിടെ കണ്ടോ ഈ ഒരു കളർ കുറഞ്ഞത് കണ്ടോ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക്. ഓക്കെ, അതിനെ നമ്മൾ എന്തുകൊണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ് അപ്പിലേക്ക് പോകാൻ, അതേപോലെ തന്നെ ചാൻസ് കുറവാണ് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഡ്രാഗൺ ഫ്ലൈ ഡോജിയും എന്താ സ്റ്റോൺ ഡോജിയും. ഓക്കെ, ഇങ്ങനത്തെ 2 ഡോജികളുണ്ട്. ഇത് ബുള്ളിഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് ബെയറിഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം, ഈ ഒരു കാര്യങ്ങൾ ഈ സ്പിന്നിങ് ടോപ്പ് മുതൽ ഇത് എവിടം വരെയുള്ളത് എന്താ പറയുക, നെക്സ്റ്റ് ക്യാൻഡിലിനെ ബേസ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ക്യാൻഡിലിനെ ബേസ് ചെയ്തിരിക്കും. അത് അതിൻ്റെ എന്താ പറയുക റൂട്ട് ക്ലിയർ ആവാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാർബോസോ ക്യാൻഡിൽ പറഞ്ഞു സ്ട്രോങ്ങസ്റ്റ് ബുള്ളിഷാണ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ബെയറിഷാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ഇത്രയും പറഞ്ഞതിൽ മനസ്സിലായിട്ടില്ലേ എല്ലാവർക്കും? ചോദിച്ചോ. ഇതിപ്പോ ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ മുകളിൽ നിൽക്കുമ്പോൾ മുകളിലാണ് താഴെയാണ് നിൽക്കുമ്പോഴാണെങ്കിൽ അപ്പാണെങ്കിൽ അല്ല, അത് ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ സുഹൃത്തെ.
ഇതിപ്പോൾ ജസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെയാണ്, ക്യാൻഡിൽ ഇങ്ങനെയൊക്കെ വരും, ക്യാൻഡിൽ ഇതേ സ്വഭാവങ്ങളാണ് അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ അവിടെ വരെ എത്തിയുള്ളൂ. ഇനി വരും കുഴപ്പമില്ല. ഞാൻ ഇത് വരും കംപ്ലീറ്റ്. ഓക്കെ ഓക്കെ വെരി ഗുഡ്. ഡൗട്ട് ഉണ്ടാവണം. ഡൗട്ട് ഇല്ലാതെ ഇരിക്കുന്നവരാണ് മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മറന്നാലും നിങ്ങൾ ചോദിച്ച് എന്നിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ. സോ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു തന്നു അല്ലേ? ഇപ്പോൾ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ ഒക്കെ ഇതൊക്കെ പറഞ്ഞു. ഇതെങ്ങനെയാണ് വരുന്നത്, ഇവിടെ ഹൈ പ്രഷർ ഉണ്ടാവും, ബുള്ളിഷിലേക്കായാലും ബെയറിഷിലേക്കായാലും ഹൈ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഇത് എവിടെ അപ്ലൈ ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു കളറും ഇല്ല, ഒന്നുമില്ല, ഇത് എവിടെ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കളറും ക്യാൻഡിലും ഒക്കെ പറഞ്ഞു. ബെയറിഷ് ഉണ്ട്, ഇത് ബുള്ളിഷിലേക്ക് പോകും, അപ്പിലേക്ക് പോകും, അതുപോലെ തന്നെ ഇതിവിടെ വന്ന് ഈ റെഡ് വന്നു കഴിഞ്ഞാൽ ഡൗണിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. എവിടെ അപ്ലൈ ചെയ്യും? ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? എവിടെ നമ്മൾ അപ്ലൈ ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇനി നമ്മൾ വരുന്ന സമയങ്ങളിലൊക്കെ, വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പം ഒരു കോട്ടക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സ്ക്രീൻ എടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ക്യാൻഡിൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികളൊക്കെ, ഇൻവെർട്ടഡ് ഹാമർ ഒക്കെ, മിക്ക സാധനങ്ങളും ഇൻവെർട്ടർ ഹാമർ ഇതവിടെ കണ്ടോ? ഇൻവെർട്ടർ ഹാമർ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഇതിൽ കാണാൻ പറ്റും. എവിടെ? ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇൻവെർട്ടർ ഹാമർ ബുള്ളിഷാണ് അല്ലേ? ബുള്ളിഷിൻ്റെ വന്നു. എവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റും. ഇൻവെർട്ടർ ഹാമർ വന്നു, അടുത്ത ബുള്ളിഷ് വന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗണിലേക്കാണ് പോയത്. നോക്കിക്കേ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എവിടെയാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്? ബുള്ളിഷ് ഞാൻ പറഞ്ഞു ഇൻവെർട്ടർ ഹാമർ വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ബുള്ളിഷിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഡൗണിലേക്കാണ് പോയത്. ബൈനറിനെ സംബന്ധിച്ച് ഓക്കെ, നമ്മൾ വിന്നായി. പക്ഷെ ഫോറക്സിനെ അപേക്ഷിച്ച് നമ്മൾ എന്തായി? നമ്മൾ ലോസായി അല്ലേ? അപ്പോൾ ഇത് എവിടെയാണ് ഇത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ക്യാൻഡിലിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ട്രേഡ് എടുക്കണം, എവിടെ ട്രേഡ് എടുക്കണം എന്നുള്ളത് നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ഹോംവർക്ക് തരാൻ പോവാണ്. ചെറിയൊരു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോംവർക്കാണ്, വളരെ ചെറിയൊരു ഹോംവർക്ക്. ഓക്കെ, യൂറോ USDൻ്റെ OTC ചാർട്ട്. നാളെ OTC ചാർട്ടാണെന്ന് അറിയോ? ആരെങ്കിലും ഒരാൾ പറപ്പാ. അമ്പട മോനെ, നീ അപ്പം ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടില്ല അല്ലേ? ഫസ്റ്റത്തെ വീഡിയോ കാണ്. OTC എന്താന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ കംപ്ലീറ്റ് ഉണ്ട്. OTC എന്താന്നുള്ളത് കറക്റ്റ് ഉണ്ട്. OTC എന്ന് പറയുന്നത് അതാത് ബ്രോക്കർമാർ, ഇപ്പോൾ ശനിയും ഞായറും റിയൽ മാർക്കറ്റ് അല്ല, മാർക്കറ്റ് ക്ലോസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോരോ എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നതിന് ഓരോ രാജ്യത്തിന് ഓരോരോ സമയമുണ്ട്, അല്ലെങ്കിൽ ഓരോ സോണിന് ഓരോരോ സമയമുണ്ട്. ഇപ്പം ലണ്ടൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഓരോ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യാനൊരു സമയമുണ്ട്. ആ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആ ഗ്രാഫുകളെല്ലാം ഡെഡ് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഗ്രാഫുകൾ, ആ പെയറുകളിൽ, ആ പെയറിൻ്റെ അതേ ഇതിൽ കോപ്പി എടുത്തിട്ട് ഇതേപോലുള്ള തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്സ് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ അവർ ഓണായിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ചാർട്ടാണ് OTC മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു സംഗതി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ ബെനിഫിറ്റിനായിരിക്കും ഓപ്പൺ ചെയ്യുക? എൻ്റെ ബെനിഫിറ്റാണ് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നഷ്ടമുണ്ടാകുകയും എനിക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങൾ OTCനെ കണ്ടാൽ മതി. OTC എന്ന് പറയുന്നത് അതാത് ബ്രോക്കർമാർ റൺ ചെയ്യുന്ന
ഓൺ എന്താ പറയുക ഗ്രാഫാണ്, ചാർട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റാണ്. അതിൽ മെയിനായിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് അവർ എന്ത് ചെയ്യണത്, റൺ ചെയ്യുന്നത്. ഏറ്റവും നല്ലത് നമ്മൾ എന്താണ് റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ നിവൃത്തികേട് കൊണ്ടും ഇതുകൊണ്ടും റിയൽ മാർക്കറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം ഒരു എന്താ പറയുക ഒരു എന്താ പറയുക 6 മണി വരെ ഒന്നും കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് പേ ഔട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇതേപോലെ OTCയിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഓക്കെ, പക്ഷെ OTCയിൽ ട്രേഡ് എടുത്ത് പൈസ നന്നായിട്ട് ഉണ്ടാക്കാൻ ചെയ്യാം. അതിനുള്ള സ്ട്രാറ്റജി ഞാൻ വേറെ പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ നമ്മൾ റിയൽ മാർക്കറ്റ് പക്ഷെ എപ്പോഴും കാണിക്കുന്നില്ലല്ലോ, എപ്പോഴും OTC ആണ് കാണിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഓരോ ടൈം സോണിൽ ഇപ്പോൾ രാവിലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 11 മണിക്ക് ശേഷം യൂറോപ്യൻ ഇത് ഓപ്പൺ ആയിരിക്കും. യൂറോ GBP, യൂറോ JPY ഇതൊക്കെ ഓപ്പൺ ആയിരിക്കും. ഒരു 1 മണിക്ക് ശേഷം പതുക്കെ ഓരോരോ കറൻസികൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഒരു വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരു 90% ഓപ്പൺ ആയിട്ടുണ്ടാവും. OTC നിന്ന് മാറി റിയലിലേക്ക് വന്നിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഓക്കെ, അത് വിട്. അപ്പോൾ എന്താ പറയുക, ഓക്കെ, അപ്പോൾ ഹോംവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യുക, ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക. ഓക്കെ, യൂറോ യു എസ് ഡിൻ്റെ പെയർ എടുക്കുക നാളത്തെ, ഇതാണ് 9-ാം തീയതി നാളെ. ഓക്കെ, അതിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ഗ്രാഫിൽ എത്ര ഡോജി വരുന്നുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഡോജി എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ? ഇതാണ് ഡോജി. മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയൂ. ഓക്കെ, അപ്പോൾ ഡോജി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ആ ഡോജി എത്രണ്ണം വരുന്നുണ്ടെന്ന്, സമയമുണ്ടെങ്കിൽ, ജോലി തിരക്കുള്ളവരും ദുബായിലുള്ളവരും ഒക്കെ ഉണ്ടാവും, അവരൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സമയമുള്ള, അല്ലെങ്കിൽ ഇപ്പം നോക്കിക്കോ, ഇപ്പം നിങ്ങൾ ഈ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണേ, അത് നോക്കിക്കോ. എന്നിട്ട് ആ ടൈമിങ് എന്നോട് പറയാം, അതാ ഇന്ന പെയറിൽ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഞാൻ നോക്കിയിട്ടുണ്ട്, അതിൽ ഇത്ര ഡോജി ഉണ്ടെന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, നാളത്തെ ഞാൻ പറഞ്ഞല്ലോ, നാളെ സമയമില്ലാത്തവർ ഇപ്പത്തെ അയച്ചോ. ഇപ്പോഴത്തെ യൂറോ USDയിൽ 11 മണിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക 11 മണി തൊട്ട് 12 മണി വരെ 1 മണിക്കൂറിൻ്റെ ചാർട്ടിൽ. ചാർട്ട് സെറ്റ് ചെയ്യല്ലോ സുഹൃത്തെ. നമ്മൾ താഴെ നോക്കുമല്ലോ ടൈം, താഴെ ടൈം ഉണ്ടാവുമല്ലോ 9 o'clock to 10 o'clock. ഓക്കെ, അത് നോക്കിയാൽ മതി. എന്നിട്ട് അത്രയും ഗ്യാപ്പിൽ എത്ര ഡോജി വരുന്നു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാങ്ങിങ് മാൻ ആണോ അല്ലെങ്കിൽ മാർഗോസോ ആണോ, ഇതൊക്കെ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഏതാണോ വരുന്നത് അത് നിങ്ങൾ, ഓക്കെ ഞാൻ കണ്ടുപിടിച്ച് ഡോജി അല്ല, ഞാൻ കണ്ടുപിടിച്ച് ഇതാണ് ഹാങ്ങിങ് മാൻ ആണ്, ഞാൻ കണ്ടുപിടിച്ച് ഇൻവെർട്ടർ ഹാമർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണോ എന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്നോട് പറയാം. അത് ഞാൻ ചെക്ക് അതെ. ഇപ്പൊ 10 മണിയാണെങ്കിൽ എന്താ പറയുക, 10 മണി വരുമ്പോൾ 22 വരും അല്ലേ, 11 മണി വരുമ്പോൾ 23 വരും, 23 മുതൽ 24 വരെ, അല്ലെങ്കിൽ 23 മുതൽ 00 വരെ 1 മണിക്കൂറായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഹോംവർക്ക്. ഓക്കെ, ഇനി അടുത്തത് കാൻഡിൽ സ്റ്റിക്ക് വർക്ക്സ്. ഓക്കെ, കാൻഡിൽ സ്റ്റിക്സ് വർക്ക്സ്. ഓക്കെ, ഒരു കാൻഡിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇങ്ങനെ 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 പോവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിശയിലേക്ക് മാത്രം പോകുമോ? ഞാൻ പറഞ്ഞ എൻ്റയർ മാർക്കറ്റാ പറഞ്ഞ, ഒരു ദിവസം മുഴുവൻ ഒരു മാർക്കറ്റ് ഡൗണിലേക്ക് ഫുള്ള് പോകുമോ? അതും പോകില്ല. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം പോകൂല അല്ലേ. അത് എന്ത് ചെയ്യും,
അതിന് ചെറിയ ഒരു ചിലപ്പോൾ താഴോട്ട് വരാം, ചിലപ്പോൾ താഴോട്ട് വന്ന് കുറച്ച് മേലോട്ട് പോകാം. അങ്ങനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ഡയറക്ഷനിലേക്ക് ഒരിക്കലും മാർക്കറ്റ് പോകില്ല. അത് അങ്ങനെ ഒരു പ്രത്യേക ടൈമിൽ പോയാൽ പോലും അതിനെ നമ്മൾ എന്ത് പറയും? മാൻ പ്രാക്ടീസ് എന്നോ മാനിപ്പുലേഷൻ എന്നോ എവിടെ പറയും? ബൈനറി ട്രേഡിങ്ങിൽ പറയും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന ക്യാൻഡിലില്ലേ, ഇത് ഈ സാധനം ക്യാൻഡിൽ സ്റ്റിക്സ്, ഇതൊക്കെ എവിടെയാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോണത്? അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ എടുക്കുക? പാറ്റേൺ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാൻഡിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസ് അതൊക്കെ പഠിച്ചു, ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, എവിടെയാണ് ഇതേപോലുള്ള മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കേണ്ടത്? എങ്ങനെ എൻട്രി എടുക്കണം? ഇതുപോലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കണം. ഇതുപോലുള്ള, ഇപ്പം നമ്മൾ മാർബോസ് എന്ന് പറഞ്ഞിട്ട് അപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഈ അപ്പിലേക്ക് പോകണമെങ്കിൽ ഈ മാർബോസ് എവിടെ വരണം? അപ്പിൽ വരണോ? മാർക്കറ്റിൻ്റെ അപ്പിൽ വരണോ? നടുക്കിൽ വരണോ? ബോട്ടത്തിൽ വരണോ? എവിടെ വന്നാലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്? ഓക്കെ, ഈ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ്